ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. കഴിഞ്ഞ LDF സർക്കാർ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കൂടാതെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PM ശ്രീയുടെ യാതൊരു ഫണ്ടും ലഭിച്ചില്ലെന്നും മറുപടിയിൽ പറയുന്നു. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അബ്ദുൽ വഹാബ് MP ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയാണ് ഇത് സംബന്ധിച്ച മറുപടി നൽകിയത്. അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് PMC പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നുമുണ്ട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഏകപക്ഷീയമായ കരാർ എന്നാണ് സംസ്ഥാനത്ത് സർക്കാർ അതിന് ഈ പിന്മാറ്റത്തെ പ്രതിരോധിച്ചിരുന്നത്. ഏകപക്ഷീയമായ കരാർ എന്നുള്ളത് ഇപ്പോൾ ശരിയല്ല എന്നല്ലേ രേഖകളിൽ വ്യക്തമാകുന്നത്. ഈ മെമ്മോറാണ്ടം ഇതൊക്കെ കേൾക്കുമ്പോൾ കൊങ്ങുകൾക്കും മൂരുകൾക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സത്യം അതാണ്, കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണെന്ന്. അപ്പോൾ പിന്നെ PM ശ്രീയിൽ നിന്നല്ല, നാളെ ചാണകം വാരുത്തുനിന്ന് ഗോമൂത്രം കുടിക്കാൻ പറഞ്ഞാലും അതും കൂടി പാണക്കാട്ടുന്ന ഹലാലാക്കല്ലാതെ മറ്റൊരു നിർവാഹം നമുക്ക് മുമ്പിലില്ല. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിൻ്റെ കേക്ക് കട്ട് ചെയ്യാനെന്നും പറഞ്ഞ് ജന്തർ മന്ദറിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് മോദിജിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയെന്നാണ് പറഞ്ഞ്. മോദിജിയുടെ കാലം മുതൽ ആസനം വരെ നക്കിയ തന്തയില്ലാത്ത സതീശന് ഒരു കാരണവശാലും PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ പറ്റൂല. കമ്മികൾ ഒപ്പിട്ടതിന് ശേഷം അത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ തന്തയില്ലാത്തവനെയും കാണുന്നില്ല. ഒപ്പിട്ടത് കമ്മികളല്ലെന്നാ. പിന്നെ കമ്മികൾ ഭരിച്ചിരുന്നപ്പോൾ ചെയ്തിരുന്ന എല്ലാ തന്തയില്ലായ്മത്തരവും അതുപോലെ പിൻപറ്റാനാണെങ്കിൽ പിന്നെ എന്ത് കോൺഗ്രസിനെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് എന്നാണ് പിള്ളേർ ചോദിക്കുന്നത്. എന്താ പറയണേ? ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുക? നമ്മളിതൊരു ബാധ്യതയെ മറികഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രി അടക്കം പറയുന്ന വാചകമാണ് കേട്ടോ. നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിതമായിട്ടില്ല സാർ. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള പ്രൊവിഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് LDF സർക്കാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സാക്ഷാൽ KM ഷാജിയുടെ പ്രഖ്യാപനമായിരുന്നു. എന്താ KM ഷാജി തെരുവിൽ നിന്ന് പറഞ്ഞത്? ഈ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും. അറബിക്കടൽ ഇപ്പോഴും അവിടെ ഉണ്ട്.